അപ്പൊ നമ്മള് ചലഞ്ചസ് അല്ലെ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് നമുക്കറിയാം ഓർഗനൈസേഷനുകളിലുള്ള വെല്ലുവിളി നിറഞ്ഞ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവര് അതുകൂടി മനസ്സിലാക്കി തന്നെ കൈകാര്യം ചെയ്തിട്ട് വേണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് അല്ലെ. തീർച്ചയായിട്ടും നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? നെക്സ്റ്റ് ഭാഗം എലമെന്റ്സ് ഓഫ് മാനേജ്മെന്റ്. എന്തൊക്കെയാണ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ് അല്ലെ? എന്താണെന്ന് നോക്കാം. വ്യത്യസ്തമായിട്ട് തന്നെയാണ് അത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഓരോ അല്ലെ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിനെ പ്രത്യേകം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോകണം. എങ്കിൽ മാത്രമാണ് പ്രോപ്പറായിട്ട് ആ ഒരു ഹോസ്പിറ്റലിന്റെ നടത്തിപ്പ് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അതില് പ്രധാനമായിട്ടും നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഒന്ന് പേഴ്സണൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആൻഡ് ടൈം മാനേജ്മെന്റ്. ഈ 4 കാര്യങ്ങളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോയാൽ മാത്രമാണ് ആ ഹോസ്പിറ്റലിന് നല്ല രീതിയിൽ അതായത് നല്ല സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഫേമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. The following are elements of management. ഏതൊക്കെ എലമെന്റ്സ് ആണെന്നുള്ളത് ചോദ്യം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പേഴ്സണൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആൻഡ് ടൈം മാനേജ്മെന്റ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിനെ കുറിച്ചിട്ടൊക്കെ ഡീപ്പായിട്ടൊക്കെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒക്കെ ധാരാളം നിങ്ങൾ പഠിച്ചു വൈകുന്നതാണ്. അപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു കൺക്ലൂഷൻസ് മാത്രമേ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് നോക്കാം. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ്? പേഴ്സണൽ മാനേജ്മെന്റും നമ്മൾ HRM-ലൊക്കെ പഠിച്ചു പോയ കാര്യം തന്നെയാണ്. Personal management എന്താ പറയുന്നത്? The functions of carrying of staff in the organization is known as the personal management. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അതായത് ഓർഗനൈസേഷനിലെ സ്റ്റാഫുകളെ കൈകാര്യം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതാണ് പേഴ്സണൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. വ്യക്തിഗതമായിട്ട് ഓരോ എംപ്ലോയീസ്, ഹ്യൂമൻ റിസോഴ്സസ് എങ്ങനെയാണ് ആ ഓർഗനൈസേഷന് അനുയോജ്യമായ രീതിയിൽ കൈകാര്യം ചെയ്തു പോകുക എന്നുള്ള പ്രവർത്തനമാണ് പേഴ്സണൽ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. സ്റ്റെപ്സ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ അല്ലെ. 2 രീതിയിൽ ആ സ്റ്റെപ്സുകളെ കൈകാര്യം ചെയ്ത ഡീവിയേഷൻസ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ്ലി പറയുന്നു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലാകുമ്പോൾ തീർച്ചയായിട്ടും ഹ്യൂമൻ റിസോഴ്സിന്റെ ആവശ്യകതയുണ്ട്. അത് നല്ല രീതിയിൽ ആസൂത്രണം ചെയ്യണം. എവിടേക്കാണ് വേക്കൻസികൾ വരുന്നത് അവിടേക്ക് അനുയോജ്യമായ എംപ്ലോയീസിനെ കണ്ടെത്തണം അല്ലെ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. ദെൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെ ഇത്തരത്തിലെ വേക്കൻസികൾ ഉണ്ടെങ്കിൽ ആ വേക്കൻസികളിലേക്കൊക്കെ എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് സൂട്ടബിൾ ആയ എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് കൊടുക്കണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ആ സ്റ്റെപ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് ഫസ്റ്റ്ലി ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. ദെൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ അല്ലേ? പിന്നെ പറയേണ്ടതില്ലല്ലോ, എളുപ്പമല്ലേ? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ പറയുന്നത് this is an information decision making process in designed to ensure that enough competent employee and appropriate skills are available to perform jobs where and when needed. ഇവിടെ തീർച്ചയായിട്ടും പ്ലാനിങ് എന്ന് പറയുമ്പോൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. എവിടേക്ക് തീർച്ചയായിട്ടും സ്കില്ലും നോളജും ഉള്ള എംപ്ലോയീസ് എവിടെയെങ്കിലും വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ അല്ലെ, എവിടെയാണ് നമുക്ക് ആ വേക്കൻസി വന്നിരിക്കുന്നത്, എപ്പോഴാണ് നമുക്ക് അത് ആവശ്യം വരിക അല്ലെ. ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഒരു ചില നേരത്തെ കൂട്ടി അല്ലെ അവിടെ ലീവും കാര്യങ്ങളൊക്കെ ടെമ്പററി ആയിട്ട് നമുക്ക് പോകുന്ന എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും അതായത് ഡെവലപ്മെന്റ് അനുസരിച്ചിട്ട് ഹോസ്പിറ്റലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് വേക്കൻസികളൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നേരത്തെ കൂട്ടി തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. അത് എപ്പോഴേക്കാണ് ആ എംപ്ലോയീസിനെ നമുക്ക് കണ്ടെത്തേണ്ടത് അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു പ്ലാനിങ്ങിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ആൻ ഇൻഫോർമേഷൻ ഡിസിഷൻ മേക്കിംഗ്. ഇത് പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ് ഈ ഒരു റിസോഴ്സ് പ്ലാനിങ്ങിൽ നടപ്പാക്കുന്നത്. Designed to ensure that enough competent people and appropriate skills are available to perform jobs where and when needed. എപ്പോഴാണോ നമുക്ക് വേക്കൻസികൾ അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിന് ആവശ്യമായിട്ട് വരുന്നത് അത് എങ്ങനെ അല്ലെ ഏത് സമയത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും
അതിനനുസരിച്ചിട്ട് അല്ലെ ആ ഒരു എംപ്ലോയീസിന്റെ ഡിസൈൻ പ്രോസസ്, അതായത് എത്രത്തോളം എംപ്ലോയീസിനെ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുക. അതിനെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. റിക്രൂട്ട്മെന്റിലെ സ്റ്റെപ്സുകളുണ്ട്. നമുക്കറിയാം ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് വേക്കൻസിക്ക് വരികയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സൂട്ടബിൾ ആയ എംപ്ലോയിയെ നമുക്ക് ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻസ് കുറവാണെങ്കിൽ എന്ത് പ്രത്യേകത? ആ ഉള്ള ആപ്ലിക്കേഷൻസിൽ നിന്ന് ബെസ്റ്റ് സൂട്ടബിൾ ആയ എംപ്ലോയീസിനെയാണ് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ, അല്ലേ? ശരിയല്ലേ? ഒരു വേക്കൻസി വരുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, കുറച്ച് ആപ്ലിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും നമുക്ക് ഏറ്റവും കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഗുണകരം. ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. കാരണം ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നിന്നും നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയതിനെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. സോ ജോബ് അനാലിസിസ് ആണ് ഇതിലെ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. അതായത് റിക്രൂട്ട്മെന്റ് എന്ന തലത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ്ലി നമുക്കറിയാം ജോലിയെ നല്ല രീതിയിൽ വിലയിരുത്തുക. ആപ്ലിക്കേഷൻസ് കിട്ടുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സൂട്ടബിൾ ആയതിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ജോലിയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, അല്ലെ? അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം 2 കമ്പോണൻസുകളുണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ജോബ് അനാലിസിസിലെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ചെയ്യുക. ജോബ് സ്പെസിഫിക്കേഷൻസ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. എന്താണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്? അതായത് വേക്കന്റ് ആയിരിക്കുന്ന ഒരു ജോലി, ചിലപ്പോൾ ടെക്നിക്കൽ സ്റ്റാഫിന്റെ വേക്കൻസി ആവാം, ക്ലറിക്കൽ സ്റ്റാഫിന്റെ വേക്കൻസി ആവാം, അല്ലെ? ഏത് വേക്കൻസി ആയിക്കോട്ടെ, ആ ജോലി അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അല്ലെ? വേക്കന്റ് ആവാൻ പോകുന്ന ജോലി ഏതാണ്, അല്ലെ? ജോബ് സ്പെസിഫിക്കേഷൻ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ജോലി വേക്കൻസി എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് ടെക്നിക്കൽ സ്റ്റാഫിന്റെ വേക്കൻസി ആണെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ കണ്ടെത്താൻ സാധിക്കും. നമുക്കറിയാം അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷനും സ്കില്ലും നോളജും ഒക്കെയുള്ള എംപ്ലോയീസിനെ വേണം നമുക്ക് കണ്ടെത്താനായിട്ട്, അല്ലെ? ആപ്ലിക്കേഷൻസ് അതിന് ചേർന്ന വിധത്തിലായിരിക്കണം നമ്മൾ ക്ഷണിക്കേണ്ടത്. അതിൽ നിന്നാണ് നമ്മൾ ഏറ്റവും അനുയോജ്യമായ പേഴ്സണെ കണ്ടെത്തുന്നത്. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് വേക്കൻസി എന്താണെന്ന് കണ്ടെത്തുന്നതോടൊപ്പം തന്നെ ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് എത്രയും യോഗ്യമായിട്ടുള്ള പേഴ്സണെയാണ് കണ്ടെത്തേണ്ടത്. ഇതാണ് ജോബ് സ്പെസിഫിക്കേഷനിൽ വരുന്നത്. Job specification is in the list of recommended qualities for a person to qualify for and succeeded in a position. Okay, in a vacancy ആണെങ്കിൽ ആ വേക്കൻസി നമുക്കറിയാം അത് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് എത്ര ക്വാളിറ്റി ഉള്ള പേഴ്സൺ ആണ്, അല്ലെ? റെക്കമെൻഡഡ് ക്വാളിറ്റീസ്. ചിലപ്പോ നമുക്കറിയാം ക്ലിനിക്കൽ സ്റ്റാഫിന് ഡിഗ്രി അല്ലെങ്കിൽ മറ്റു കമ്പ്യൂട്ടറൈസ്ഡ് നോളജ് ആണ് വേണ്ടതെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫിനാണെങ്കിൽ ആ ഒരു ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന നോളജ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതിനനുസരിച്ചിട്ട് അത് എന്താണോ റെക്കമെൻഡ് ചെയ്യുന്ന ക്വാളിറ്റി അതിന് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ നമ്മൾ കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേക്കൻസി ആണോ ആ വേക്കൻസിക്ക് എന്തൊക്കെ യോഗ്യതകളുള്ള പേഴ്സൺ ആണ് വേണ്ടതെന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ആ അനലൈസേഷൻ അവിടെ ആവശ്യമാണ്, അല്ലെ? ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് റെക്കമെൻഡഡ് ക്വാളിറ്റീസ് ഫോർ എ പേഴ്സൺ ടു ക്വാളിഫൈ ഫോർ ആൻഡ് സക്സീഡ് ഇൻ എ പൊസിഷൻ. ആ പൊസിഷനിൽ ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാം അത് വിജയത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തികളെ കണ്ടെത്തുക എന്നുള്ളതാണ് ജോബ് സ്പെസിഫിക്കേഷനിൽ വരുന്നത്. നമുക്കപ്പോ അറിയാം ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജോലി എന്താണ്, അല്ലെ? ആ ജോലി എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള രൂപരേഖയാണ്. Job description refers to a written informative documentation that states that duties, tasks, responsibilities, and qualifications of a job based on the finding of a job analysis. Okay, നമുക്കറിയാം ചില ജോലികളിലൊക്കെ പറഞ്ഞാൽ ചില അപകടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരിടുക, അല്ലെ? നല്ല റിസൾട്ട്സ് അപകടകരമായിട്ടുള്ള അവസ്ഥയൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചില ജോലികളായിരിക്കും. കേസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ നഴ്സുമാരാണ് നമ്മൾ കൂടുതലും അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നടത്തുന്നത്. പക്ഷെ അവര് കാഷ്വാലിറ്റിയിൽ നടത്തുന്ന ക്വാളിഫിക്കേഷൻ ആയിരിക്കില്ല സാധാരണ രീതിയിൽ ഇൻപേഷ്യന്റ് ആയിട്ട്, അല്ലെ? അവിടെ വാർഡിലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന നഴ്സിനുണ്ടായിരിക്കും. കാരണം എന്തുകൊണ്ട് അവിടെ എക്സ്പീരിയൻസ്, അല്ലെ? അവിടെ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലോ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലൊക്കെ നമുക്കറിയാം തീർച്ചയായിട്ടും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ, അല്ലെ? അവിടെ ആവശ്യമായിട്ട് വരും. സോ എങ്കിൽ കൂടി നമുക്കറിയാം
അവിടെ പേഷ്യന്റ് ആയിരിക്കുന്നവർ നഴ്സുമാർ തന്നെയാണ്. പക്ഷെ അവർക്ക് അത്രയും എക്സ്പീരിയൻസ് വേണമെന്നില്ല അല്ലെ. കാരണം ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള നോളജും സ്കില്ലും അവരെ ആ വ്യക്തി നേടിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ജോലി അല്ലെ, ആ ജോലിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്, എന്തൊക്കെ കടമകൾ ആ വ്യക്തി നിർവഹിക്കേണ്ടതായിട്ട് വരും, ആ ജോലിക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ആ ജോലി ചെയ്യണമെങ്കിൽ അല്ലെ നമുക്ക് ഈ പറഞ്ഞ മാത്രം മുൻകരുതലുകൾ എന്തെങ്കിലും എടുക്കേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജോലിയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് റിട്ടൺ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ആയിട്ട് കൈകാര്യം ചെയ്യുകയാണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ നടപ്പാക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ പ്രൊസീജിയറിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് മുമ്പ് തന്നെ ജോലിയെ കുറിച്ചിട്ട് അനലൈസേഷൻ നടത്തണം. ജോലിയെ കുറിച്ച് അനലൈസേഷൻ നടത്തുക എന്ന് പറയുന്നത് ജോലി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ ജോലിക്ക് ഇന്ന റൂട്ടീസ് അല്ലെ, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന ആ വ്യക്തികളോട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം, ഇന്ന റിപ്പോർട്ടുകളൊക്കെ കൈകാര്യം ചെയ്യണം. അങ്ങനെ ആ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്നത്. ജോബ് സ്പെസിഫിക്കേഷനിൽ എന്താ ഉണ്ടാവുന്നത്? ആ പറഞ്ഞിരിക്കുന്ന വേക്കന്റ് ആയിരിക്കുന്ന ജോലി ചെയ്യാൻ പറ്റിയ ഒരു എംപ്ലോയി അല്ലെ, ആ എംപ്ലോയിക്ക് വേണ്ടിയിരിക്കുന്ന ക്വാളിഫിക്കേഷൻ, സ്കിൽ, നോളജിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ജോബ് സ്പെസിഫിക്കേഷനിൽ ഉൾപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെയാണോ? ക്ലിയർ ആണ്. അത് 2 പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം ഏതെങ്കിലും അല്ലെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ജോലിയെ കുറിച്ചിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇതിലാണ് ഉൾപ്പെടുന്നത്, ജോബ് ഡിസ്ക്രിപ്ഷനിലാണ്. അതേസമയം ജോലിക്ക് വേണ്ട പേഴ്സന്റെ ക്വാളിഫിക്കേഷൻ, സ്കിൽസ്, നോളജ് ഒക്കെ അത് ഉൾപ്പെടുന്നത് ഇതിലാണ്, ജോബ് സ്പെസിഫിക്കേഷനിലാണ്. അത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കാം. ജോബ് അനാലിസിസിന്റെ 2 കമ്പോണൻസ് ആണ് ജോബ് സ്പെസിഫിക്കേഷൻ ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സെലക്ഷൻ. അപ്പോ സെലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തി അതുമായി ബന്ധപ്പെട്ടൊക്കെ ഡീപ്പായിട്ടൊക്കെ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ചാനലിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം റിക്രൂട്ട്മെന്റ് പല രീതിയിലൊക്കെ നടപ്പാക്കാം എന്നുള്ളത്. ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പല അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാന്നുള്ളത് ഡീപ്പായിട്ട് തന്നെ അവർ വിവരിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമുക്കറിയാം സെലക്ഷൻ നടപടികളിലേക്ക് വരികയാണ്. സെലക്ഷൻ നടപടികളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാം. Selection is a process of identifying and hiring the applicants for the filling the vacancies in an organization. Okay. അപ്പൊ ഓർഗനൈസേഷനിൽ നമുക്കറിയാം വേക്കൻസികൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, നമുക്ക് ആധിപത്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസിൽ നിന്ന് നമ്മൾ യോഗ്യരായവരെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് സെലക്ഷനിൽ നടപ്പാക്കുന്നത്. സെലക്ഷനിൽ വരുന്ന സ്റ്റെപ്സുകൾ നോക്കുകയാണെങ്കിൽ before the actual recruiting process, it is essential to perform a job analysis to understand precisely what an organization needs and where it needs. Okay, നമ്മളിപ്പോ നേരത്തെ അനലൈസേഷൻ പ്രോസസ് നടത്തിയപ്പോൾ അല്ലെ, ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ വിശകലനം നടത്തിയപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷൻ എന്താണോ ആവശ്യം, എന്ത് വേക്കൻസി ആണോ ഫില്ല് ചെയ്യേണ്ടത്, അത് എങ്ങനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് അതിൽ കൂടുതലായിട്ട് നമ്മൾ വിശകലനം ചെയ്യുന്നത്. Then a job analysis will provide a clear position overview which will help to attract the right talent. Okay, job analyzationൽ നമുക്കറിയാം അനാലിസിസ് നടത്തുമ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ സ്പെസിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയി ഏതാണ് അല്ലെ, അനുയോജ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ സ്കില്ല് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും അവരെ അട്രാക്ട് ചെയ്യാനായിട്ട് പൊതുവെ നമ്മൾ ശ്രമിക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷൻ എന്താണോ ആവശ്യമുള്ളത് അതിന് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ ആയിരിക്കും ഓർഗനൈസേഷൻ എന്താണ് ആ ഹോസ്പിറ്റലിൽ അട്രാക്ട് ചെയ്യുന്നത്. അവരിൽ നിന്നാണ് സെലക്ഷൻ നടത്തിയിട്ട് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. സോ ക്ലിയർ പൊസിഷൻ നമുക്ക് ഒരു അനലൈസേഷൻ പ്രോസസ്സിൽ നിന്ന് തന്നെ ലഭ്യമാകുന്നു. Once the job position process is done, you will begin receiving applications from many candidates. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പ്രോസസ്സ് അല്ലെ, നമ്മുടെ ജോബ് പോസ്റ്റിംഗ് പ്രോസസ് കാര്യങ്ങളൊക്കെ നടപ്പാക്കുമ്പോൾ തീർച്ചയായിട്ടും റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടപ്പാക്കുമ്പോൾ ധാരാളം ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ റിസീവ് ചെയ്യുന്നത് കാൻഡിഡേറ്റ്സിൽ നിന്ന്. And this is where
the selection process begins. അങ്ങനെ നമ്മൾ കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻസ് അത് കിട്ടിയതിൽ നിന്ന് തന്നെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സ് ആരംഭിക്കുന്നത്. കാരണം കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് ചിലപ്പോ 100 ആപ്ലിക്കേഷൻസ് കിട്ടിയതിൽ നിന്ന് ചിലപ്പോൾ 20 പോസ്റ്റ് ആയിരിക്കും വരുന്നത്. സോ കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ വിശകലനം ചെയ്യും. അല്ലെ, എന്താണ് ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺ ആണോ എന്ന് വിലയിരുത്തിക്കൊണ്ടിരിക്കും. അതിൽ നിന്നാണ് നമുക്ക് മോസ്റ്റ് സൂട്ടബിൾ ആയതിനെ സെലക്ട് ചെയ്യുന്നത്. There are 6 steps of an employee selection process. ഇവിടെ താഴെ ഒരു 6 സ്റ്റെപ്സ് സെലക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്ത് പോവാലോ. ഇതാണ് നമ്മള് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ. അപ്പോ ഫസ്റ്റ് വേണം നമുക്ക് നോക്കാം സെലക്ഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്സില് 6 സ്റ്റെപ്സുകളാണ് ഉള്ളത്. അതിലെ ഫസ്റ്റ് പ്രോസസ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ അത് ഓർഡർ അനുസരിച്ചിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കാം. വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാലൊക്കെ ഓർത്ത് വെച്ചേക്കാം. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്? ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കേഷൻസ്. During the initial screening, an applicant completes an application form and submits a resume and a cover letter. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ആപ്ലിക്കേഷൻസ് ഫോം ഫില്ലപ്പ് ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻസ് കാൻഡിഡേറ്റിൽ നിന്ന് നമ്മൾ അത് സ്വീകരിക്കുന്നത്. സോ അത് അവര് ആപ്ലിക്കേഷൻ ഫോം ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു കവർ ലെറ്റർ കൂടിയിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നത്. Human resource will then interview this information and conduct a brief screening interview of 30 minutes or less over the confirm. Okay, നമുക്കറിയാം അറ്റ് എ ടൈമിൽ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഇന്റർവ്യൂ നടത്തും. അല്ലെ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ജോലിക്ക് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് എന്താ താല്പര്യം, അല്ലെ, എന്തെങ്കിലും അല്ലെ അവരിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള രീതിയിലൊരു ഇന്റർവ്യൂ അറ്റ് എ ടൈമിൽ തന്നെ നടത്തി പോകുന്ന ഒരു പ്രോസസ്സാണ് ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കേഷൻസ്. അതായത് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാൻ വരുമ്പോൾ അതാണ് ആപ്ലിക്കേഷൻസ് ഫില്ലപ്പ് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യാൻ വരുന്ന അറ്റ് എ ടൈമില് ഒരു 30 മിനിറ്റ്സിന്റെ ഒരു ഇന്റർവ്യൂ. തീർച്ചയായിട്ടും അറ്റ് എ ടൈമിൽ തന്നെ ഈ വ്യക്തിയെ കുറിച്ചിട്ടൊരു ധാരണ എന്താണ് അവർക്ക് ലഭ്യമായി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പിന്റെ ആ ഒരു ഹെഡിങ് ഓർത്ത് വയ്ക്കുക, ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കേഷൻസ്. ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ടെസ്റ്റ്. Okay, employment test എന്താ പറയുന്നത്? Following an initial screening, the applicant may be asked to take one or more tests to assess his or her knowledge, skills, personality, cognitive ability, and motivation. Okay, നമുക്കറിയാം ഇവിടെ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ എംപ്ലോയിനെ കുറിച്ചിട്ട് ടെസ്റ്റുകൾ വിലയിരുത്തലുകൾ നടത്തുകയാണ്. അതേ ടൈമിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് അല്ലെ 1 or more ടെസ്റ്റ് വ്യക്തിയോട് എന്താണ് നോളജ് അല്ലെ ആ വ്യക്തിയുടെ ആപ്ലിക്കന്റിന്റെ അറിവ് അല്ലെങ്കിൽ കഴിവ് അല്ലെങ്കിൽ ആ വ്യക്തിത്വം അല്ലെങ്കിൽ വോയിസിന്റെ സ്കില്ല് നോളജ് ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവരെ നമുക്കറിയാം കുറെ അറിവും കഴിവൊക്കെ ഉള്ളവരായിരിക്കും, പക്ഷെ നല്ലൊരു മര്യാദ നേച്ചർ ചിലപ്പോൾ ചിലർക്ക് ഉണ്ടാവുന്നില്ല. അവർക്ക് അത്രയും നല്ലൊരു വ്യക്തിത്വ മനോഭാവമുള്ള വ്യക്തിയാണ്. അതല്ലെങ്കിൽ കോഗ്നിറ്റീവ് എബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ തീർച്ചയായിട്ടും ആ ഇന്റർവ്യൂ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള റിട്ടേൺ ആണോ അവരിൽ നിന്ന് കിട്ടുന്നത്, അല്ലെ പ്രതീക്ഷിക്കുന്നതിനോട് ചേർത്ത വിധത്തിൽ പ്രതികരിക്കാനായിട്ട് ആ വ്യക്തിക്ക് എവിടെയാണ് ചോദിക്കുന്നതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും, ഉദ്ദേശിക്കുന്ന കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണാവുന്നത്. അല്ലെ, അപ്പൊ തീർച്ചയായിട്ടും ആ കോഗ്നിറ്റീവ് വൈജ്ഞാനികമായിട്ടുള്ള കഴിവ് പറയുന്നതിനനുസരിച്ചിട്ട് പ്രതികരിക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മറുപടികൾ കിട്ടാനായിട്ട് ഉള്ള കഴിവുണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി മേൽപ്പടായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള താല്പര്യമുണ്ടോ, അല്ലെ, അതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് ആ കാൻഡിഡേറ്റിനെ എംപ്ലോയിയെ വിലയിരുത്തുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. Okay, its system is composed of a cognitive ability test, a motivation test, and a personality test. നമുക്കറിയാം ഇത് കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പഠിച്ചു പോയതൊക്കെയാണ്. അപ്പൊ അവരുടെ വൈജ്ഞാനികമായിട്ടുള്ള അല്ലെങ്കിൽ മോട്ടിവേറ്റേറിയ കിടക്കമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിത്വത്തിൽ ഉണ്ടാവുന്ന മനോഭാവങ്ങളെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് ആ ടെസ്റ്റ് ടൈമില് ഇവർക്ക് അല്ലെ തീർച്ചയായിട്ടും ഇന്റർവ്യൂവർക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. These 3 tests then generate one score which allow you to predict the top
പെർഫോമൻസ് ഫ്രം യുവർ സെലക്ഷൻ ഓഫ് എ കാൻഡിഡേറ്റ്. ഓക്കെ, നമുക്കറിയാം ഈ 3 ടെസ്റ്റിലും ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് ആരാണോ അല്ലെ അവരെ വിലയിരുത്തിയിട്ടാണ് നമ്മൾ തീർച്ചയായിട്ടും നമുക്കറിയാം എത്രയും വേക്കൻസികൾ ഉണ്ടെങ്കിൽ അത്രയും ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻസിൽ നിന്നാണ് മോസ്റ്റ് ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സണെ കണ്ടെത്തുന്നത് അല്ലെ. അപ്പൊ അവരെ ഒരു ഫസ്റ്റ്ലി നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നു, സെക്കൻഡ്ലി വൈജ്ഞാനിക അല്ലെങ്കിൽ പ്രകടനമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിത്വപരമായിട്ടുള്ള പല ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് അതിൽ പ്രാഗൽഭ്യം കാണിക്കുന്നുണ്ടോ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കുന്നു. തേർഡ് സ്റ്റെപ്പിൽ നോക്കുക സെലക്ഷൻ ഇന്റർവ്യൂ. പറഞ്ഞ മാതിരി ചില പരീക്ഷണങ്ങളും ടെസ്റ്റുകളും നടത്താൻ മാത്രമല്ല ചെയ്യുന്നത്, ഒരു പാനൽ ഓഫ് ഇന്റർവ്യൂ നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ഇന്റർവ്യൂകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ HR പഠിച്ചതാണ്. അപ്പൊ ആ രീതിയിൽ ഏതെങ്കിലും തീർച്ചയായിട്ടും ഒന്നിലധികം ഇവിടെ നമുക്കറിയാം പിക്ചറിൽ കാണിക്കുന്നത് പോലെ ഒന്നിലധികം പേഴ്സൺസ് ഈ ഒരു കാൻഡിഡേറ്റിനെ ഇന്റർവ്യൂ ചെയ്യാണ്. സോ അവരോടൊക്കെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിപരമായിട്ട് തന്നെ അവർ പ്രതികരിക്കുന്നതിന്റെ വീക്ഷണങ്ങൾ അല്ലെ ഓരോ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടാണ്. ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നിന്ന് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം അത് ഇച്ചിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രൊസീജിയർ ആണ് അവിടെ നടപ്പാക്കേണ്ടത്. അതേസമയം കുറച്ച് ആപ്ലിക്കേഷൻ ഉള്ളതെങ്കിലും നമുക്കറിയാം മോസ്റ്റ് ഓഫ് തന്നെ അല്ലെ വേക്കൻസി കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള സെലക്ഷൻ പ്രോസസ് ആയിരിക്കും അവിടെ നടന്നു പോകുന്നത്. സോ ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് സെലക്ഷൻ ഇന്റർവ്യൂ ആണ്. Those who pass the initial screening are invited to face interviews. അവിടെ face to face നമ്മൾ അഭിമുഖം നടത്തിയാണ് അവിടെ ഇന്റർവ്യൂ നടക്കുന്നത്. The format of these types of interviews various. നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ഫോമാറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇന്റർവ്യൂവിലുണ്ട്. Some companies prefer to have all day interviews. Their interviews are meet with the different interviews each hour. Okay, നമുക്കവിടെ ചിലടത്തൊക്കെ അല്ല ഒരു പേഴ്സണെ തന്നെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഡേ മുഴുവനും നമുക്കറിയാം ഓരോരോ സെക്ഷൻ ആയിട്ടൊക്കെ ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നുണ്ടാവാം. അതൊക്കെയാണെങ്കിൽ ഡിഫറെന്റ് ഇന്റർവ്യൂസ് ഈച്ച് അവറിൽ വന്നിട്ട് അല്ലെ ഒരു കാര്യത്തിനെ കുറിച്ച് ഇന്റർവ്യൂ, പ്രാക്ടിക്കൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ നോളജ് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്റർവ്യൂകളൊക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നതൊക്കെ ഉണ്ടാവും. അത് കമ്പനികളുടെ രീതി അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഇന്റർവ്യൂ കാര്യങ്ങളായിരിക്കും നടപ്പാക്കുന്നത്. Whereas other companies rather have a candidates meet with the key person on one day. They invite them back for a second meeting with the executive. ഫസ്റ്റ്ലി നമുക്കറിയാം സാധാരണ രീതിയിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടത്തും. നേരത്തെ പറഞ്ഞ മാത്രം സ്ക്രീനിങ് ഇന്റർവ്യൂ പോലെയൊക്കെയുള്ള ചെറിയ ഇന്റർവ്യൂ ഒക്കെ നടത്തും. സെക്കൻഡ്ലി എക്സിക്യൂട്ടീവ് തലത്തിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് ലെവലിലുള്ള ജീവനക്കാരെ അല്ലെങ്കിൽ ഇന്റർവ്യൂവർമാരെ ഇലക്ടൊക്കെയുള്ള ഇന്റർവ്യൂ ആയിരിക്കും കണ്ടക്ട് ചെയ്ത്. നമുക്കറിയാം ഓരോരോ സ്റ്റെപ്പുകളിൽ ചിലരൊക്കെ ഔട്ടായി പോകും, ചിലരൊക്കെ കയറി പോകും അല്ലെ. അങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട് എങ്കിൽ അതിന്റെ സെലക്ഷൻ നടക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യം കുറെ കാര്യങ്ങളൊക്കെ കടമ്പകളൊക്കെ കടന്നിട്ടായിരിക്കും ലാസ്റ്റ് ആയിരിക്കും നമുക്കറിയാം ചില ഏറ്റവും അവസാനത്തെ ചാൻസിലാണ് അവര് സെലക്ഷൻ പേഴ്സണായിട്ട് കാൻഡിഡേറ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. This interview is structured to observe communication skills and motivation, and the applicant may be presented with the realistic job situations such as dealing with the described under customer and asked to describe how he or she would handle the problem. ഓക്കെ, നമുക്കറിയാം ഇന്റർവ്യൂവിൽ ചിലപ്പോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലെ. ഇന്റർവ്യൂവിന്റെ ആ സ്വഭാവം വ്യത്യസ്ത രീതിയിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ചിലടത്തൊക്കെ ആണെങ്കിൽ നമുക്കറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതേസമയം ചിലപ്പോഴൊക്കെ ഇച്ചിരി കൂടി കട്ടികൂടിയ രീതിയിൽ അവരെ ഇച്ചിരി കൂടി സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന രീതിയിലൊക്കെ ഡീൽ ചെയ്ത് കണ്ടായിരിക്കും അവിടെ സെലക്ഷൻ പ്രൊസീജിയർ കൊണ്ടുവരുന്നത് അല്ലെ. തീർച്ചയായിട്ടും ഇതിലെല്ലാം നടപ്പാക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്താണ്? അവരുടെ സ്കില്ല് അല്ലെ, അവരുടെ നോളജ് അല്ലെങ്കിൽ അവരുടെ പ്രേരക ഘടകങ്ങൾ അതെല്ലാം നല്ല രീതിയിൽ നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇന്റർവ്യൂ ബോർഡ് കൈകാര്യം ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും അവരോട് ചോദിക്കുമ്പോഴും തീർച്ചയായിട്ടും മറുപടികൾ അല്ലെങ്കിൽ സ്പീഡ് അവര് എങ്ങനെയാണ് അവർക്ക് എന്താ പറയുന്നത് അക്കാദമിക് നോളജിനപ്പുറം എന്തെങ്കിലും സ്കില്ല് അല്ലെങ്കിൽ എന്തെങ്കിലും റിലീസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇന്റർവ്യൂ ബോർഡ് നടപ്പാക്കുന്നത്. വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരികയാണെങ്കിൽ വെരിഫിക്കേഷൻ ആൻഡ് റെഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങി അത് ജസ്റ്റ് ഒന്ന് ഓർഡർ ആയിട്ട് തന്നെ പഠിച്ചു പോകണം. ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കേഷൻ ആണ്, ദെൻ എംപ്ലോയ്മെന്റ് ടെസ്റ്റുകള്, ദെൻ സെലക്ഷൻ ഇന്റർവ്യൂ, വീണ്ടും എന്താണ് നമുക്ക് വരുന്നത് വെരിഫിക്കേഷൻ ആൻഡ് റെഫറൻസ് ആണ്.
വെരിഫിക്കേഷൻ ആൻഡ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂ ഒക്കെ പാസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കറിയാം കുറച്ചും കൂടി ഈ വ്യക്തിയെ കുറിച്ച് കുറച്ചും കൂടി നല്ലൊരു ധാരണ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെരിഫിക്കേഷൻ റെഫറൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നു. If applicant passed the selection interview, most firms examine their background and check their reference. Okay, ഈ വ്യക്തി ചിലപ്പോൾ എക്സ്പീരിയൻസിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ കമ്പനികളൊക്കെ ഇങ്ങനെ അല്ലെ പ്രോഡക്റ്റ് അങ്ങനെയൊക്കെ വർദ്ധിച്ചിട്ടുണ്ടോ, നല്ല രീതിയിലുള്ള ഇതൊക്കെയാണോ, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇങ്ങനെയാണ് അല്ലെ, അവരെ വ്യക്തിത്വങ്ങളിൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ റെഫറൻസ് ചെക്കുകളൊക്കെ നടത്തുന്നത്. Today, employers review applicants' background, legal history, reason for leaving previous jobs, and even credit worthiness. Okay, നമുക്കറിയാം ചില എംപ്ലോയീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കമ്പനിയിൽ നിന്ന് വെച്ചാൽ കുറച്ച് അധികം ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ നല്ല പക്ക ഡിസൈൻ ഒക്കെ ആയിരിക്കും, നല്ല രീതിയിലൊക്കെ നോളജും സ്കില്ലൊക്കെ ഒക്കെ ഇത്രയും ഏബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് വരെ ചിലപ്പോൾ ഇന്റർവ്യൂ ബോർഡൊക്കെ മനസ്സിലാക്കിയിരിക്കും. പക്ഷെ അവരെ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിയുമ്പോഴായിരിക്കും മിക്കവാറും ആ കമ്പനികളിൽ നിന്നൊക്കെ വിട്ടുപോകുന്നതിന്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ അതും കൂടി നോട്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലിയർ ആണ്. Today's employers review applicants' background, legal history, then reason for leaving previous job, and even creditworthiness അല്ലെ, അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ നിയമപരമായിട്ടുള്ള ഹിസ്റ്ററി അല്ലെങ്കിൽ അവരെ അല്ലെ ചരിത്ര സംഭവങ്ങളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ നേരത്തെ ജോലി ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് വിട്ടുപോകുന്നു അല്ലെ, അതിനെ കുറിച്ചിട്ടൊക്കെ അവരുടെ നേട്ടങ്ങളെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് തന്നെ വിലയിരുത്തും. കാരണം നമുക്കറിയാം ഏതൊരു കമ്പനിയും ആഗ്രഹിക്കുന്നത് ആ ഹ്യൂമൻ റിസോഴ്സസ് നല്ല രീതിയിൽ ബെസ്റ്റ് യൂട്ടിലൈസേഷൻ നടത്തി ആ ഒരു കമ്പനിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേഴ്സണായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ കഴിവ്, നോളജ് എന്നിവയോടൊപ്പം തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരുടെ സിൻസിയറിറ്റി ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചിട്ട് അല്ലെ, അവരെ കുറിച്ച് എന്തെങ്കിലും ചിലപ്പോ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവരെ നല്ല കഴിവുറ്റ വ്യക്തികളൊക്കെയാണല്ലോ മറ്റു കമ്പനികളിലൊക്കെ ചിലപ്പോ വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെ, ചില എന്താ പറയുക ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത വ്യക്തിയൊക്കെ ആണെങ്കിൽ അതുകൂടിയൊക്കെ വിലയിരുത്തും. ഓക്കെ, അവർക്ക് ഉള്ള മോശം കാര്യങ്ങൾ മാത്രമല്ല, അവരെ സംബന്ധിച്ച് എന്തെങ്കിലും ക്രെഡിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി വിലയിരുത്തും. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻസ്. ഫിസിക്കൽ എക്സാമിനേഷൻസിൽ പറയുന്നത് a firm may demand an applicant to have a medical checkup to ensure he or she is physically able to perform job tasks. Okay, but തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ ഇവരെ സംബന്ധിച്ച് നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയറിലേക്കൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന കഴിഞ്ഞാൽ ഇനി ഇവർക്ക് ആരോഗ്യവാന്മാരാണോ എന്നും കൂടി അനലൈസ് ചെയ്യണം അല്ലെ. ഓക്കെ, കഴിവ് ഒക്കെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നും പഴയ കമ്പനികളിലൊക്കെ നല്ല കുഴപ്പമില്ലാതൊക്കെ കൈകാര്യം ചെയ്ത വ്യക്തിയാണ്. ചിലപ്പോ അല്ലെ നിയറസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. എനിവേ എന്തെങ്കിലും അനുയോജ്യമായിട്ടുള്ള റീസൺ ഉള്ളത് കൊണ്ടായിരിക്കാം പുതിയ കമ്പനിയിൽ എത്തിപ്പെടുന്നത്. പക്ഷെ വീണ്ടും നമുക്കറിയാം, വീണ്ടും അനലൈസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ഈ വ്യക്തി ആരോഗ്യവാനാണോ എന്നുള്ളതും മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഡിമാൻഡ് an applicant to have a medical checkup to ensure he or she is physically able to perform a job task. നമുക്ക് കൊടുക്കുന്ന ജോലി ചെയ്യാനായിട്ട് പറ്റുന്ന വ്യക്തിയാണ് അല്ലെ, അതിന് അനുയോജ്യമായിട്ടുള്ള കഴിവ്, അദ്ദേഹത്തിന് ഏബിൾ ആയിട്ടുള്ള ആരോഗ്യം ഒക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് വരുന്നത്. യൂഷ്വലി കാൻഡിഡേറ്റ്സ് നോട്ടിഫൈ ദ ടെസ്റ്റർ ഓഫ് എനി prescriptions drug he or she is taking because these will show up in the results. Okay, ചിലരൊക്കെ നമുക്കറിയാം അവര് മരുന്നുകളൊക്കെ യൂട്ടിലൈസ് ഉപയോഗിക്കുന്നവരായിരിക്കാം, വലിയ പ്രശ്നമില്ലാത്ത മരുന്നുകളൊക്കെ യൂസ് ചെയ്യുന്നവരെയൊന്നും നമുക്ക് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. ചിലപ്പോ എന്താ പറയുന്ന ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിലയിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത പേഴ്സണാണ് വ്യക്തിക്ക്, അങ്ങനെ പ്രശ്നമൊന്നും വരില്ല. നമ്മുടെ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സണാണ്, വലിയ ബുദ്ധിമുട്ടുള്ളത് സ്വാഭാവികമായിട്ടുള്ള മെഡിസിനാണ് അല്ലെ. ഡയബറ്റീസ് പേഷ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ ചെറിയ ചെറിയ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അത് വലിയ ഇഷ്യൂ ഉള്ള കാര്യമല്ല. If he or she
test positive for any other person, it could attempt his chance to being recruited. Okay, നമുക്കറിയാം ഇച്ചിരി കൂടി ഈ ടെസ്റ്റില് വേറെ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടല്ലേ നമുക്കറിയാം മെഡിസിൻ ഇച്ചിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഒന്നും കൂടി അവര് വെരിഫൈ ചെയ്യും അല്ലെ ഈ വ്യക്തിയെ അന്വേഷിച്ചു. സാധാരണ രീതിയിൽ അങ്ങനെ തന്നെയാണ് കമ്പനികളിലൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടായതുകൊണ്ട് നമുക്കറിയാം ഏറ്റവും എല്ലാം യോഗ്യനാണ്. പക്ഷെ ഈ ആരോഗ്യപരമില്ലാത്ത അല്ലെങ്കിൽ 2 ദിവസം വന്നിട്ട് പിറ്റേ ദിവസം വരാത്ത പേഴ്സണെ കൊണ്ടുവന്ന് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നതിൽ കാര്യമില്ല അല്ലെ. അപ്പൊ അതെന്തായാലും കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടായിരിക്കും അവര് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുന്നത്. സോ അവിടെ തീർച്ചയായിട്ടും പറയുകയാണ് ഈ ടെസ്റ്റുകൾ നടത്തുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താണെങ്കിൽ അവിടെ റിക്രൂട്ട്മെന്റ് നടപടികളിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള നെഗറ്റീവ് മാർക്ക് വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം ഒരു പേടിപ്പെടുത്തുന്ന കാര്യമാണ്. അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരാം അല്ലെ. ആ ഒരു നമുക്കറിയാം ചിലപ്പോ എന്തെങ്കിലും എന്താണ് രീതിയിലുള്ള എന്തെങ്കിലും മെഡിസിൻ ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ കമ്പനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. സാധാരണ രീതിയിലുള്ള കോമൺ ആയിട്ട് നോർമൽ ആയിട്ടുള്ള മെഡിസിൻ ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം വലിയ കുഴപ്പമില്ലാതെ തന്നെ കമ്പനിക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. സോ ആ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ വെരിഫൈ ചെയ്തതിനു ശേഷമാണ് ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റ് പാസ് ഔട്ട് ചെയ്ത് അവരെ യോഗ്യരാക്കും. ദെൻ ഫൈനൽ ഡിസിഷനിലേക്ക് വരികയാണ്. ഓക്കെ, വ്യക്തിയെ നമുക്കറിയാം ആദ്യം തന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ടെസ്റ്റ് നടത്തി ഇന്റർവ്യൂ നടത്തി ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ നടത്തിയതിനു ശേഷം നമ്മൾ ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുകയാണ്. The hiring manager will usually ask for feedback from human resources and other employees who interviewed the job candidates. Okay, നമുക്കറിയാം അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഹ്യൂമൻ റിസോഴ്സിൽ നിന്ന് മനസ്സിലാക്കുന്നു. ദെൻ ഇന്റർവ്യൂ ബോർഡിൽ നിന്നുമൊക്കെ അവർ ചോദിച്ചാൽ മനസ്സിലാക്കിയാണ് വ്യക്തി ഓക്കെയാണോ ഏബിൾ ആണോ കേസ് എല്ലാവരുടെയും കൂടി അഭിപ്രായത്തില് നമ്മളൊരു ഫൈനലൈസേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത്. Then he or she may also review his or her notes and will decide which candidate is the best fit for the position. Then അതിനുശേഷം വീണ്ടും ഒന്നും കൂടി അവലോകനം ചെയ്യുകയാണ്. മൊത്തത്തിൽ ഒരു അവലോകനം ചെയ്യുന്നു. എന്താണ് നമ്മുടെ വേക്കൻസിക്ക് പറ്റിയ പൊസിഷൻ, ആ പൊസിഷനെ പറ്റിയ ലേബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണോ എന്ന് ഒരു ഫൈനൽ റിവ്യൂ ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിപ്പെടുന്നത്. ഒക്കെയാണ് നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ള നടപടിക്രമത്തിലേക്ക് എത്തുന്നത്. സെലക്ഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ഇച്ചിരി വൈഡായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സെലക്ഷൻ സ്റ്റെപ്സിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, എംപ്ലോയ്മെന്റ് ടെസ്റ്റ് ഉണ്ട്, സെലക്ഷൻ ഇന്റർവ്യൂ ഉണ്ട്, അതിനുശേഷം വെരിഫിക്കേഷൻ ആൻഡ് റഫറൻസ്, ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഫൈനൽ ഡിസിഷൻ. ാണോ ടെസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ ചോദിച്ചു പോവുക.
ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഹ്യൂമൻ റിസോഴ്സസ്, അവിടെയുള്ള എംപ്ലോയിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് എന്തിനെ കൈകാര്യം ചെയ്യുന്നതാണ്? ഫിനാൻഷ്യൽ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്. Financial management is one very important task of a management, and it deals with the how to spend the money and get maximum gains for the organization. Okay, organization സംബന്ധിച്ച് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുവരാൻ സാധിക്കുക, അതേപോലെ തന്നെ how to spend money അല്ലെ, എങ്ങനെയാണ് ചെലവുകളൊക്കെ എങ്ങനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം അല്ലെ, അതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ, അതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള കൈകാര്യം ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, അത് വളരെ ശ്രദ്ധാപൂർവം തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കാരണം മണി എന്ന് പറയുന്നത് അമൂല്യമായിട്ടുള്ള ഒരു വസ്തു തന്നെയാണ്. അത് നല്ല രീതിയിൽ തന്നെ പ്രോപ്പറായ രീതിയിൽ തന്നെ ചെലവഴിക്കുകയും വേണം. അത് മാത്രമല്ല, നല്ല രീതിയിൽ തന്നെ ഇൻകം അല്ലെ, ആ ഓർഗനൈസേഷനിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ഏർണിങ്സ് നേടിയെടുക്കാൻ വേണം. ചെലവഴിക്കുന്നതനുസരിച്ചിട്ട് ഗെയിൻ ഇല്ല എങ്കിൽ നഷ്ടത്തിൽ പോകേണ്ടതായിട്ട് വരും. എന്നാൽ കൂടുതൽ ഒരുപാട് കൂടുതൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് കൂടുതൽ പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുപോകുക എന്ന് പറയുമ്പോഴും നമുക്കറിയാം എംപ്ലോയീസ് സാറ്റിസ്ഫൈ, അതായത് അവരുടെ സ്റ്റാഫ്, പേഷ്യൻസ് അവരെല്ലാം സാറ്റിസ്ഫൈഡ് അല്ലാതെ നമ്മൾ എപ്പോഴും ലാഭം മാത്രം മുന്നിട്ട് വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് നാളുകൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ ഡൗൺ ആയി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് അവിടെയുള്ള എല്ലാവരെയും കൈകാര്യം ചെയ്തുകൊണ്ട് പ്രോപ്പറായ രീതിയിൽ എക്സ്പെൻസ് ഹാൻഡിൽ ചെയ്ത് ഗെയിൻ നേടിയെടുക്കാനായിട്ടാണ് എപ്പോഴും ശ്രമിക്കേണ്ടത്. സോ നോക്കാം, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇസ് വൺ വെരി ഇമ്പോർട്ടന്റ് ടാസ്ക് ഓഫ് മാനേജ്മെന്റ്. And it deals with the how to spend money, എങ്ങനെ മണി സ്പെൻഡ് ചെയ്യാം, and get maximum gains for the organization. ഓർഗനൈസേഷന് എത്രത്തോളം മാക്സിമം ഗെയിൻ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നത് കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ്. Then financial management is strategic planning, organizing, directing and controlling of the financial undertaking in an organization or an institute. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇങ്ങനെ നല്ല രീതിയിൽ അല്ലെ, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സ്പെൻഡ് ചെയ്ത് മാക്സിമം ഏണിങ്സ് ഒക്കെ നേടിയെടുക്കുന്നത് അത് നല്ല രീതിയിൽ ആസൂത്രണം ചെയ്താൽ മാത്രമാണ് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമുക്കറിയാം തന്ത്രപരമായ രീതിയിലുള്ള ആസൂത്രണം അതിന് ആവശ്യമാണ്. തന്ത്രപരമായ രീതിയിൽ ആസൂത്രണം ചെയ്താൽ മാത്രം പോരാ, അത് സംഘടിപ്പിക്കണം, ഓർഗനൈസ് ചെയ്യണം, നല്ല രീതിയിൽ ഡയറക്ട് ചെയ്ത് ഇൻ കേസ് എവിടെയെങ്കിലൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്ത് ആ ഓർഗനൈസേഷനെ മുന്നോട്ട് നയിച്ചാൽ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. Financial management is a strategic planning, organizing, directing and controlling of a financial undertaking in an organization or an institute. Then it also involves applying management principles to the financial assets of an organization while also playing a vital role in a physical management. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എല്ലാം ഇവിടെ ഫോളോ ചെയ്ത് പോകണം അല്ലെ. നമുക്ക് തോന്നുന്ന നേരത്തെ പറഞ്ഞ മാത്രമേ പ്രോഫിറ്റബിൾ ആയി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും കളായി. അപ്പൊ കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് തത്വാധിഷ്ഠിതമായിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഈ പറഞ്ഞ മൂല്യധനങ്ങളെല്ലാം വിനിയോഗിക്കാനായിട്ട് ഓർഗനൈസേഷനിൽ വിനിമയം നടത്താനായിട്ട് പാടുള്ളൂ. അതല്ലാതെ ചിലപ്പോൾ 1-2 വർഷം വലിയ കുഴപ്പമുണ്ടാവില്ല, പിന്നെ ഡൗണായി അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതിന് നല്ല കൃത്യമായിട്ടുള്ള ആസൂത്രണം അവിടെ ആവശ്യമാണ്. ആൻഡ് ഓൾസോ പ്ലേയിങ് വൈറ്റൽ റോൾ ഇൻ ഫിസിക്കൽ മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട റോള് ഈ ഫിസിക്കൽ മാനേജ്മെന്റിൽ കൊണ്ടുവരുന്നതാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണെന്നുള്ള ഐഡിയ കിട്ടിയോ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തേരെ. Financial management is one very important task of management. അത് വേണമെന്നില്ല. It deals with the how to spend the money and get a maximum gain for the organization. അല്ലെ, അവിടെ ഓർഗനൈസേഷന് നല്ല രീതിയിൽ
ഗെയിൻ നേടിയെടുക്കാനായിട്ട് എങ്ങനെ ഫണ്ട് സ്പെൻഡ് ചെയ്യും, അല്ലെ, അത് ചെലവഴിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ അതിന് നല്ല കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണമൊക്കെ വേണമെന്നുള്ളത് നമുക്കറിയാം, അല്ലെ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നേരത്തെ കൂടി ഒരു, അല്ലെ, അടുത്ത വർഷത്തേക്ക് ഇതെങ്ങനെയാണ് ഫിനാൻസ് കൈകാര്യം ചെയ്യേണ്ടത്, എത്രമാത്രം ഫണ്ട് നമ്മുടെ കയ്യിൽ വേണം, എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്, ഈ ഫണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്നുള്ളൊരു രൂപരേഖ, അല്ലെ. ബഡ്ജറ്റ് ഈസ് എ ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ പ്രോഗ്രാം ഷോയിങ് ദ പ്രൊപ്പോസ്ഡ് ഓർ estimated schedule of expenditure in coming years, keeping in view the estimated income of the next year. Okay, നമ്മള് നെക്സ്റ്റ് ഇയറിലെ ഒരു ഷെഡ്യൂൾ ആണ് ഇത് കാണിക്കുന്നത്. അതായത് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ ആണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഇത്രയിത്തരം എക്സ്പെൻഡിച്ചർ ഇത്രയിത്തരം രീതിയിൽ നമുക്ക് ഇൻകം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു വ്യൂ പോയിന്റ്, അല്ലെ, ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ഇത്രയിത്തരം എക്സ്പെൻസുകൾ ഇവിടെയൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇത്രയിത്തരം നമുക്ക് ഇൻകംസ് നേടിയെടുക്കാൻ സാധിക്കും, അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലാകുമ്പോൾ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അല്ലെ, നമുക്കറിയാം. അവിടെ ന്യൂറോളജി, നെഫ്രോളജി, കാർഡിയോളജി, അങ്ങനെയൊക്കെ കുറെ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വിഭാഗങ്ങളിൽ ഓരോ വിഭാഗത്തിനും ഇത്രയും എക്സ്പെൻസുകൾ വരാൻ സാധ്യതയുണ്ട്, അല്ലെ. അതിന് നമുക്കറിയാം ഇന്ന യൂണിറ്റിൽ ഇത്രയും ഭാഗങ്ങൾ, ഇന്ന യൂണിറ്റിൽ ഇത്രയും ചെലവ് വരും, അല്ലെ, ഇന്ന പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇത്രയും എമൗണ്ട് വരും. അങ്ങനെ കുറച്ച് എക്സ്പെൻഡിച്ചറുകൾ നമ്മൾ നേരത്തെ കൂട്ടി കണ്ടെത്തുന്നു, അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്നു. അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഇൻകംസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നു. അതിന്റെ ഒരു ഷെഡ്യൂൾ ക്രമമാണ് ബഡ്ജറ്റിൽ ഉണ്ടാവുന്നത്. ബഡ്ജറ്റ് ഈസ് എ ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ പ്രോഗ്രാം ഷോയിങ് ദ proposed or estimated schedule of expenditure in coming years, keeping in view the estimated income of the next year. നേരത്തെ കൂട്ടി തയ്യാറാക്കി വെക്കുന്നതാണ്, അല്ലെ. നമ്മൾ നേരത്തെ കൂട്ടി ഒരു അറേഞ്ച്മെന്റ്സ് ഇല്ല എങ്കിൽ നമുക്കറിയാം ഫണ്ടുകൾ വരുമ്പോൾ അത് അല്ലെ വേണ്ടാത്ത രീതിയിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം നേടിയെടുക്കാൻ സാധിക്കില്ല. കൃത്യമായ രീതിയിൽ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യണം. വരുന്ന ഇൻകംസിന് കൃത്യമായ രീതിയിൽ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഏണിങ്സ് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ബഡ്ജറ്റ് മേ ബി 2 types ആണ്. First one developmental budget and second one non-developmental budget. Okay, just ഒന്ന് മനസ്സിലാക്കി പോകണ്ട. ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി പോവുക. ബഡ്ജറ്റ് എന്ന് പറയുന്നത് is a numerical statement ആണ്. Program showing the proposed or estimated schedule of expenditure in coming years, keeping in view the estimated income of the next year. രണ്ട് തരത്തിലുള്ള ബഡ്ജറ്റുകളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഡെവലപ്മെന്റ് ബഡ്ജറ്റ് ആൻഡ് നോൺ ഡെവലപ്മെന്റ് ബഡ്ജറ്റ്. ഓക്കെ അല്ലേ? ഓരോ എന്താണ് ഡെവലപ്മെന്റ് ബഡ്ജറ്റ് എന്ന് നോക്കാം. ഡെവലപ്മെന്റ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ this is a part of the budget used for a new process of expenditure, usually for a limited period, usually prepared according to the annual development programs and called the annual development budget. Okay, നമുക്ക് വേണമെങ്കിൽ ഈ ഡെവലപ്മെന്റ് ബഡ്ജറ്റിനെ വേണമെങ്കിൽ നമുക്ക് ആനുവൽ ഡെവലപ്മെന്റ് ബഡ്ജറ്റിൽ നിന്ന് വിശേഷിപ്പിക്കാം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഈ ബഡ്ജറ്റിന് ഡെവലപ്മെന്റ് ബഡ്ജറ്റിന് നമുക്ക് എന്താണ് പറയാ, ആനുവൽ ഡെവലപ്മെന്റ് ബഡ്ജറ്റിന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇതിൽ എന്താ പറയുന്നത്, part of a budget used for a new process of expenditure, usually for a limited period, usually prepared, അല്ലെ, നിശ്ചിത കാലയളവിനുള്ളിലേക്ക് പുതിയ പ്രോസസ്സ്, പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആണ് തയ്യാറാക്കുന്നത്. അക്കോർഡിംഗ് ടു ആനുവൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആൻഡ് കോൾഡ് ആനുവൽ ഡെവലപ്മെന്റ് ബഡ്ജറ്റ്. ഇപ്പൊ നമുക്കറിയാം, അല്ലെ, അടുത്ത വർഷം നമുക്ക് പുതിയൊരു കാര്യം കൂടി ഇംപ്ലിമെന്റ് ചെയ്യാം, അല്ലെ, ഒരു മിഷൻ സ്ഥാപിക്കാം. അതിനു വേണ്ടിയിട്ട് ഫണ്ട് നടത്തിയിരിക്കുന്നു, അല്ലെ. ബഡ്ജറ്റുകളൊക്കെ അവലോകനമൊക്കെ നടത്തുമ്പോൾ പൊതുവെ എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള കാര്യം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിലേക്ക് ഇതിലേക്ക് നീക്കിവെപ്പ് നടത്തിയിരിക്കുന്നു, അല്ലെ, ഇന്ന പദ്ധതിയിലേക്ക് ഇത്രയും ഫണ്ട് നീക്കിയിരിപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ. അപ്പൊ ആനുവലായിട്ട് നമുക്കറിയാം ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നീക്കിയിരിപ്പ് നടത്തുന്ന ഒരു ബഡ്ജറ്റ് ആണെങ്കിൽ അത് ഡെവലപ്മെന്റ് ബഡ്ജറ്റ് എന്ന് പറയും. Okay, new process of expenditure usually for a limited period, usually prepared according to the annual development program.
ആൻഡ് കോൾഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എന്തെന്നും കൂടി വിശേഷിപ്പിക്കാം, കോൾഡ് ആനുവൽ ഡെവലപ്മെന്റ് ബഡ്ജറ്റ്. ക്ലിയർ അല്ലേ? നോൺ ഡെവലപ്മെന്റ് എന്താണെന്ന് കൂടി നോക്കാം. അപ്പൊ കുറച്ചുകൂടി ഐഡിയ കിട്ടും. നോൺ ഡെവലപ്മെന്റ് ബഡ്ജറ്റ്, ദിസ് ഇസ് ദ പാർട്ട് ഓഫ് ദ ബഡ്ജറ്റ് വിച്ച് ആർ ഓർഗനൈസേഷൻ ഈസ് ഫോർ ഇറ്റ്സ് നോൺ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്. അതായത് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് പുതിയ പുതിയ ബിൽഡിംഗ് പണിയോ പുതിയ മെഷീൻ സ്ഥാപിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ടല്ല, പുതിയ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലാതെ തന്നെ ഓർഗനൈസേഷന് ആവശ്യമായിട്ട് വരുന്ന ഫണ്ടുകൾ അല്ലെ, ഇതിന്റെ ചിലവുകളും കാര്യങ്ങളൊക്കെ ചെലവഴിക്കുന്നതിന് ഫണ്ടുകൾ ആവശ്യമാണ്. അപ്പൊ നിലവില് ഇത്രയും ഫണ്ടേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് മന്ത്ലി സാലറി കൊടുക്കണമെങ്കിൽ ഫണ്ട് ആവശ്യമാണ്. അപ്പൊ പുതിയ ഡെവലപ്മെന്റ് കാര്യമൊന്നല്ല, നിലവിലുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഡെവലപ്മെന്റ് അത്തരത്തിലുള്ള ബഡ്ജറ്റ് കാര്യങ്ങളാണെങ്കിൽ അത് നോൺ ഡെവലപ്മെന്റ് ബഡ്ജറ്റ്. ദിസ് ഇസ് ദ പാർട്ട് ഓഫ് ദ ബഡ്ജറ്റ്. ഇതും എന്താണ്, ബഡ്ജറ്റിന്റെ ഒരു ഭാഗം തന്നെയാണ്. വിച്ച് ആൻ ഓർഗനൈസേഷൻ നീഡ്സ് ഫോർ ഇറ്റ്സ് നോൺ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്. ഈ പറഞ്ഞ മാതിരി പുതിയ ഡെവലപ്മെന്റുമായോ ആക്ടിവിറ്റീസുമായോ ബന്ധപ്പെട്ട ഒരു ബഡ്ജറ്റ് അല്ല, അല്ലെ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് കാര്യങ്ങളാണ് ഇതിൽ ലഭ്യമാക്കുന്നത്. ക്ലിയർ ആണോ? രണ്ട് മൂന്ന് നോട്ട് ചെയ്ത് പോവാം. ഡെവലപ്മെന്റ് ബഡ്ജറ്റ് ആണ് ചോദിച്ചു കാണാറുള്ളത്, അതുകൊണ്ട് അത് പഠിച്ചു പോവാം. ദിവസം കൂടി നമുക്ക് എടുത്ത് പോകാം അല്ലേ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. മാനേജ്മെന്റ് ആൻഡ് ടൈം മാനേജ്മെന്റ് ആണ് നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം എന്താണ് നമുക്ക് നോക്കാനുള്ളത്. എന്താണ് നോൺ ഡെവലപ്മെന്റ് ബഡ്ജറ്റ് കഴിഞ്ഞാൽ ടൂൾസ് ഓഫ് മോണിറ്ററിംഗ് ദ ബഡ്ജറ്റ്. ടൂൾസ് ഓഫ് മോണിറ്ററിംഗ് ദ ബഡ്ജറ്റ്, ബഡ്ജറ്റിങ്ങിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ടൂൾ എന്താണെന്നുള്ളതാണ്. അത് നമുക്കറിയാം, പല രീതിയിൽ വേണമെങ്കിൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. മന്ത്ലി സ്റ്റേറ്റ്മെന്റ്, എക്സസ് സ്റ്റേറ്റ്മെന്റ്, അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് ഇതെല്ലാം വിലയിരുത്തിയിട്ട് നമുക്ക് ബഡ്ജറ്റുകൾ കൈകാര്യം ചെയ്യാനായിട്ട് അതിനെ നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. ബഡ്ജറ്റ് നടത്തുക എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് നടത്താനായിട്ട് ഫണ്ടുണ്ടോ, അതല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെയിലി സംഭവങ്ങളൊക്കെ നോൺ ഡെവലപ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് മതിയായ ഫണ്ടുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോകേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്, ഏതൊക്കെ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? Firstly, monthly statement. A monthly statement is a written record prepared by a financial institution, usually once a month, listing all credit card transactions for an account, including purchase, payment, fees, and grants charge. It may be made to consumers to provide electronically. അതായത് നമുക്കറിയാം അക്കൗണ്ടന്റുമാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം അല്ലെ, മന്ത്ലി സ്റ്റേറ്റ്മെന്റ് എടുക്കുക. മന്ത്ലി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിന്റെ എക്സ്പെൻസും അതിൽ വന്നിരിക്കുന്ന വരുമാനം അല്ലെ അത് കാണിക്കുന്ന, അതായത് പ്രധാനമായിട്ടും പറയുന്ന കാര്യം എന്ന് പറയുന്നത് എക്സ്പെൻസുകൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുക. മന്ത്ലി സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ റെക്കോർഡ്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാണ്. മന്ത്ലി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു റിട്ടേൺ റെക്കോർഡാണ് prepared by financial institution. Financial institutions ഒക്കെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം സ്ഥാപനങ്ങളിലെ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്നവരാണ് അത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് പോകുന്നത്. യൂഷ്വലി വൺസ് എ മന്ത്, മാസത്തിൽ ഒരു പ്രാവശ്യമാണ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പോകുന്നത്. ലിസ്റ്റിംഗ് ഓൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഫോർ ആൻ അക്കൗണ്ട്. ഓക്കെ, നമ്മുടെ വരുമാനങ്ങളെല്ലാം തന്നെ ക്രെഡിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻക്ലൂഡിങ് അതിനോടൊപ്പം തന്നെ നമുക്കറിയാം പർച്ചേസ് അല്ലെ, നമ്മുടെ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യേണ്ടതുണ്ടാവും, മേടിക്കേണ്ടതുണ്ടാവാം. പേയ്മെന്റ്സ് നമുക്ക് അറിയാം, സാലറിയും കാര്യങ്ങളൊക്കെ പേയ്മെന്റുകളൊക്കെ കൊടുക്കേണ്ടതുണ്ടാവാം. ഫീസുകൾ അല്ലെ, കൃത്യമായിട്ട് ചിലപ്പോൾ ടാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ടാവും. മറ്റ് ഫിനാൻസ് ചാർജ് അല്ലെ, മറ്റ് ധനപരമായിട്ടുള്ള എക്സ്പെൻസുകളെല്ലാം തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. It may be made to consumers to provide electronically login. സാധാരണയായിട്ട് നമുക്കറിയാം ഇലക്ട്രോണിക്കലി അത് അപ്ഡേറ്റ് ആയിട്ട് എടുത്തെടുത്ത് പോകും അല്ലെ. മന്ത്ലി സ്റ്റേറ്റ്മെന്റ് എല്ലാ മാസവും എടുത്തെടുത്ത് പോകുന്നതാണ്. തീർച്ചയായിട്ടും അല്ലെ, അവിടെ സെപ്പറേറ്റ് പേയ്മെന്റ്സുകളും അതേമാതിരി തന്നെ പർച്ചേസിൽ വന്ന ചിലവ് ഫീസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനലൈസേഷൻ നടത്തി പോകാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു.
അടുത്തത് നോക്കുകയാണെങ്കിൽ മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് എക്സസ് സ്റ്റേറ്റ്മെന്റ്. എന്താണ് എക്സസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? Excess is used to refer to additional amount of money that need to be paid for service and activities that were not originally planned or considered. Okay, നമുക്കറിയാം നമ്മൾ നേരത്തെ കൂട്ടി ഒരു പ്രിപ്പറേഷൻ ഇത്രയും ഇന്ന മാസം ഇത്ര ചെലവുകളൊക്കെ വേണ്ടി വരും, ഇത്ര അല്ലെ പറഞ്ഞ മാതിരി പേയ്മെന്റ്സ് കൈകാര്യം ചെയ്യാൻ സാധാരണയൊക്കെ കൊടുക്കാൻ ഇത്ര എമൗണ്ട് വേണ്ടി വരും, സാധാരണ പർച്ചേസ് ചെയ്യാൻ ഇത്രയും വേണ്ടി വരും, മറ്റു അല്ലെ ടാക്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്രയും വേണ്ടി വരും എന്നൊക്കെ ഉള്ള രീതിയിൽ ഫിനാൻസ് എക്സ്പെൻസുകളൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി ഹാൻഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനപ്പുറം നമുക്ക് എന്തെങ്കിലും ക്രെഡിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എക്സസ് is used to refer additional amount of money that need to be paid for service, that it needs to be paid for service and activities that were not originally planned. അത് നമുക്ക് എക്സസ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നതാണ് അല്ലെ. അഡീഷണൽ ആയിട്ട് ഈ പറഞ്ഞ മാത്രമേ അവൻ നേരത്തെ കുട്ടി ചിന്തിച്ചതിനേക്കാൾ അധികമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അധികമായിട്ട് വരുന്ന ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം ഫിനാൻസ് അപ്പോഴും ആവശ്യമായിട്ട് വരുന്നത് എക്സസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ എക്സസ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. അത് എക്സസ് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതിന് വീണ്ടും അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? സാധാരണ രീതിയിൽ അക്കൗണ്ടിങ് is the language of finance. ഫിനാൻസിന്റെ ഒരു ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ്. It conveys the financial positions of the firm or a business to anyone who wants to know. തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ ഫേമുകളും അറിയാൻ ആഗ്രഹിക്കുന്ന ഫിനാൻഷ്യൽ പൊസിഷൻസ് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ ലാഭമാണോ നഷ്ടത്തിലാണോ എന്നൊക്കെ അറിയുന്നത് അക്കൗണ്ട്സ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ്. It helps to translate the working of a firm into tangible reports that can be compared. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ഫിനാൻസ് അല്ലെ ലോസ് ആണോ നഷ്ടത്തിലാണോ പ്രോഫിറ്റബിൾ ആയിട്ടാണോ മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അതുകൊണ്ട് തന്നെ പറയാണ് ട്രാൻസ്ലേറ്റ് ദ വർക്കിംഗ് ഓഫ് എ ഫേം ഇൻടു ടാൻജിബിൾ റിപ്പോർട്ട്സ് ദാറ്റ് ക്യാൻ ബി കമ്പയർഡ്. തീർച്ചയായിട്ടും ബാലൻസ് ഷീറ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെയുള്ള റിപ്പോർട്ട്സുകൾ അത് മനസ്സിലാക്കി എടുക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ആ കമ്പനിക്ക് നമ്മുടെ ആ ഒരു ബിസിനസ് എങ്ങനെയാണ് നടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. ആ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കറിയാം ബഡ്ജറ്റ് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഭാവിയിൽ കൂടുതൽ അഡീഷണൽ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധ്യതയുള്ള ഫണ്ട് ഉണ്ടോ, നിലവിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഫണ്ട് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ആ ഒരു അക്കൗണ്ടിങ് സെക്ഷനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ടൂള് എന്താണ്? മന്ത്ലി സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ മനസ്സിലാവും കുറച്ച് കാര്യങ്ങൾ കിട്ടും. എക്സസ് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ കിട്ടും. അക്കൗണ്ടിങ് നമുക്ക് ബാലൻസ് ഷീറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനപ്പുറം നമുക്കറിയാം ചിലപ്പോഴൊന്നും അല്ലെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് അവിടെയുള്ള അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള എവിഡൻസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ഓഡിറ്ററെ കൊണ്ടുവന്ന് ഓഡിറ്റ് ചെയ്തിട്ട് അവലോകനം നടത്തിയിട്ട് എന്താണ് എത്രത്തോളം നമുക്ക് ഫണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അതാണ് ലാസ്റ്റ് വണ്ണിൽ പറയുന്നത്. നമ്മൾ ഓഡിറ്റ് ഒക്കെ കണ്ടതാണ്. ഓഡിറ്റ് ഈസ് ദ എക്സാമിനേഷൻ ഓഫ് ഓർ ഇൻസ്പെക്ഷൻ ഓഫ് വേരിയസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബൈ ഓഡിറ്റർ followed by physical checking of inventory to make sure that all the departments are following a documentary system or recording transactions. Okay, നമ്മള് ബൈ ഓഡിറ്ററെ വെച്ച് പരിശോധന നടത്തുക. ബൈ ഓഡിറ്ററെ വെച്ചിട്ട് നമ്മൾ ഫിസിക്കൽ ചെക്കിംഗ് ആണ് നടത്തുന്നത്. അതായത് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് ഇപ്പൊ നിലവിൽ ഉള്ള സ്റ്റോക്കിംഗ് അല്ലെ സ്റ്റോക്കുകളൊക്കെ ബാക്കിയിട്ട് അവിടെ കമ്പ്യൂട്ടറൈസിൽ കാണിച്ചിരിക്കുന്ന അതനുസരിച്ചിട്ട് തന്നെയുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ഉറപ്പുവരുത്തുക. ആൻഡ് ഷുവർ ദാറ്റ് ഓൾ ഡിപ്പാർട്ട്മെന്റ് ആർ ഫോളോയിങ് ഡോക്യുമെന്റഡ് സിസ്റ്റംസ് അല്ലെ. അവിടെയുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ മന്ത്ലി സ്റ്റേറ്റ്മെന്റും സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് ഒക്കെ ക്ലിയർ ഔട്ട് ആണ്. അതനുസരിച്ചിട്ടുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്ത് ഉറപ്പുവരുത്തിയാണ്. ഓക്കെ, ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ ഓക്കെയാണ്. ആരെ കൊണ്ട്? ബൈ ഓഡിറ്ററെ കൊണ്ട്. അവര് അഡീഷണൽ ആയിട്ടുള്ള അല്ലെ കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്യാനായിട്ടുള്ള ഒരു ഓഡിറ്ററെ നിയമിച്ചിട്ടാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു കൺഫർമേഷൻ കൊടുക്കുന്നത്. That it is done to ascertain the accuracy of the financial statements provided by the organization. ഓർഗനൈസേഷന്റെ അല്ലെ ആക്യുറസി എന്ന് വെച്ചാൽ കൃത്യത അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്ററൊക്കെ കൊണ്ടുവന്ന വിലയിരുത്തൽ നടത്തുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം
ചിലപ്പോ 3 years or 2 years ഒക്കെ കൂടുമ്പോൾ ഒരു ഓഡിറ്ററെ കൊണ്ട് ചെക്കിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അത് ക്ലിയർ ആയിട്ടാണ് അതിന്റെ ഫിനാൻഷ്യൽ പ്രോഗ്രാംസുകളൊക്കെ പോകുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഓഡിറ്റിംഗ് ചെക്കിംഗ് കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത്. സോ അവിടെയും ജസ്റ്റ് ഒന്ന് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യാം. ഫസ്റ്റ് ലൈൻ നോട്ട് ചെയ്യുക. ഓഡിറ്റ് ഈസ് എക്സാമിനേഷൻ ഓഫ് or inspection of various books of accounts by auditor. അല്ലെ, ഓഡിറ്ററെ കൊണ്ട് എക്സാമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓഡിറ്റിംഗിൽ നടപ്പാക്കുന്നത്. എന്താണ് അവിടെ പ്രധാനമായിട്ടും ആക്യുറസിക്ക് പ്രാധാന്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഓഡിറ്റിംഗ് പ്രോസസ്സ് നടപ്പാക്കുന്നതെന്നുള്ളതും മെറ്റീരിയൽസ് മാനേജ്മെന്റ് നമുക്കിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഡൗട്ടുകളൊന്നുമില്ല. താങ്ക് യു.